നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ പാപ്പിരുത്തി പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. കുന്നത്തുവളപ്പിൽ മുഹമ്മദ് മകൻ ഫൈസൽ, കുന്നത്ത് അബ്ദുട്ടി മകൻ ഉമർ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. വെള്ളം കയറിയ വീടുകൾ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, വാർഡ് മെമ്പർ KH സിദ്ദീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഇരുവീട്ടുകാരും ബന്ധുവീട്ടുകളിലേക്ക് താൽക്കാലികമായി താമസം മാറി. ദുരിതം മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് NM റഫീഖ്, NM ഹൈദരാലി, KH അൻവർ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. അതിശക്തമായ മഴ പെയ്യുന്ന വർഷങ്ങളിൽ ഈ മേഖലകളിൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. റോഡിൽ വെള്ളം കയറുമ്പോൾ 10ഓളം വീട്ടുകാർ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. വഞ്ചിയുടെ സഹായത്തോടെയായിരുന്നു ഒറ്റപ്പെട്ട വീട്ടുകാർ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ റോഡ് ഉയർത്തിയതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. എങ്കിലും ശക്തമായ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കോൾനിലങ്ങളിൽ ഉയർന്നുവരുന്ന വെള്ളം ഒഴിഞ്ഞുപോകാത്ത സാഹചര്യത്തിലാണ് ഈ മേഖലയിലെ 2 വീടുകളിലേക്ക് വെള്ളം പതിവായി കയറിക്കൊണ്ടിരിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകുമെന്നും സംസ്കാര കർമ്മങ്ങൾക്കും 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2024 തൃശൂരിൽ കാലവർഷക്കെടുതിയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചു. കാലവർഷക്കെടുതിയിൽ 26 പേർ മരിച്ചു, 11 പേർക്ക് പരിക്കേറ്റു, 4 പേരെ കാണാനില്ല. സംസ്ഥാനത്ത് 462 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 8-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനമുണ്ടാക്കും. ഫ്ലഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനമൊരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പ്രഗത്ഭരുടെ വലിയ സംഘം വരും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി വിവാദത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി CP ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഖേദം പ്രകടിപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തിക്കിത്തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ചത്. സൗജന്യ യാത്ര ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ കേരളത്തിൽ കടുത്ത ദാരിദ്ര്യമുണ്ട്. പ്രിയദർശിനി അത് ഇളവ് ചെയ്യാനുള്ള മാർഗമാണ്. പ്രിയദർശിനി KSRTCക്ക് ബാധ്യതയല്ല. കൂടുതൽ ആളുകൾ ബസ്സുകളിൽ കയറുന്ന ചുരമുള്ള ഇടങ്ങളിൽ കൂടുതൽ വണ്ടികൾ ഇടും. വാഹനങ്ങൾക്ക് പഴക്കമുണ്ടെന്നും CP ജോൺ പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന് എതിർവശത്തായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിപ്പോയിരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായിപ്പോയത്. പൈപ്പിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് പൊട്ടലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നതിനാൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം സമീപവാസി പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചതനുസരിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മേഖലയിലേക്കുള്ള വെള്ളം വിടുന്നത് നിർത്തിവച്ചിരുന്നു. തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരനും ജീവനക്കാരും സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണി ആരംഭിക്കുകയായിരുന്നു. പൈപ്പ് മാറ്റി സ്ഥാപിച്ച ശേഷം ജലവിതരണം പുനരാരംഭിക്കും. വടക്കേകാട് പഞ്ചായത്തിലെ ശ്മശാനം നിർമ്മാണം പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്യരുതെന്ന ആവശ്യവുമായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. വിഷയത്തിൽ ഇതുവരെ നടത്തിയ ഇടപെടലുകളും പ്രതിഷേധ പരിപാടികളും വിശദീകരിക്കുന്ന വിവരങ്ങളടങ്ങിയ നോട്ടീസും പ്രദേശവാസികൾക്ക് വിതരണം ചെയ്തു. ജനകീയ പ്രതിഷേധ പരിപാടികൾക്ക് കൺവീനർ മാധവൻ പൂങ്ങാട്ട്, മനോജ് വെള്ളക്കട, അശോകൻ എടക്കാട്ട്, അഖിൽ കണക്കഞ്ചേരി, ജിതേഷ്, വിനു, രുക്മ്യ സുധീർ, സുരേഷ് കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. NGO അസോസിയേഷൻ ചാവക്കാട് ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ ചാവക്കാട് വ്യാപാര ഭവനിൽ നടത്തി.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP ഹനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് MS ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V യൂനുസ് മുഖ്യപ്രഭാഷണം നടത്തി. ജീവനക്കാരുടെ മെമ്പർഷിപ്പ് വിതരണം ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു. ചാവക്കാട് തഹസീൽദാർ KT ബാബു മുഖ്യാതിഥിയായി. പങ്കെടുത്ത പ്രവർത്തകർക്കുള്ള നറുക്കെടുപ്പ് സമ്മാനങ്ങൾ ചാവക്കാട് തഹസീൽദാർ KT ബാബു, ഗുരുവായൂർ ലാൻഡ് അക്വിസിഷൻ തഹസീൽദാർ PN സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി KB ഹരീഷ് സ്വാഗതവും ട്രഷറർ നിഖിൽ V എടക്കളത്തൂർ നന്ദിയും പറഞ്ഞു. പ്രവാസി യുവ എഴുത്തുകാരൻ ഫൈസി മന്നലാങ്കുന്നിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം ചെറൂക്ക് പ്രകാശനം ചെയ്തു. പുന്നയൂരിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഉമ്മ ഖദീജയും മക്കളായ മുഹമ്മദ് ഷഹീനും ആയിഷ സബയും ചേർന്നാണ് പുസ്തകം പ്രകാശനം നിർവഹിച്ചത്. QV പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,360 രൂപ, സ്വർണം പവന് 1,06,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. കുന്നംകുളം കാണിപ്പയ്യൂർ വരദനിലയം പരേതനായ വേലായുധൻ നായർ ഭാര്യ സരസ്വതിയമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാബുരാജ്, ഉണ്ണികൃഷ്ണൻ, അജിത, ഗീത എന്നിവർ മക്കളാണ്. പഴഞ്ഞി പരേതനായ തോലത്ത് സണ്ണി ഭാര്യ ആനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. കാട്ടകമ്പൽ പഞ്ചായത്ത് മെമ്പർ, പഴഞ്ഞി കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. നിഷ, അഡ്വക്കേറ്റ് നിത മാത്യു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.